Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds, celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. Lazaro Academy, Aviation, Logistics and Paramedical, Payyannur, Mattanur. Glass Palace, MM Road, Pilathara, Kannur. നമസ്കാരം. നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദചാമിയെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകാനായതിന്റെ ആഹ്ലാദത്തിലാണ് പഴയങ്ങാടി മുട്ടത്തെ അബ്ദുൾ റഷീദ്. പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിനു മുൻപ് ഇയാളെ ആദ്യം കണ്ടതിൽ ഒരാളാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ അബ്ദുൾ റഷീദ്. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇയാൾ ഗോവിന്ദചാമിയെ കണ്ടത്. LDF നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസനം മുരടിപ്പാണെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ DYFIയുടെ നേതൃത്വത്തിലും യുവജന പ്രതിഷേധം. പഴയങ്ങാടി മുട്ടം പാലക്കോട് റോഡിൽ വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വിശദമായ വാർത്തകളിലേക്ക്. ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദചാമിയെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകാനായതിന്റെ ആഹ്ലാദത്തിലാണ് പഴയങ്ങാടി മുട്ടത്തെ അബ്ദുൾ റഷീദ്. പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിനു മുൻപ് ഇയാളെ ആദ്യം കണ്ടതിൽ ഒരാളാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ അബ്ദുൾ റഷീദ്. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇയാൾ ഗോവിന്ദചാമിയെ കണ്ടത്. രാവിലെ 9 മണിക്ക് കണ്ണൂരിൽ നിന്ന് ബൈക്കിൽ പഴയങ്ങാടിയിലേക്ക് വരികയായിരുന്ന താൻ തളാപ്പിൽ വെച്ചാണ് ഗോവിന്ദചാമിയെ കണ്ടതെന്ന് അബ്ദുൾ റഷീദ് പറഞ്ഞു. എൻ്റെ പേര് അബ്ദുൾ റഷീദ് എന്നാണ്. ഞാൻ കണ്ണൂര് വണ്ടർലസ് നാമീസ് എന്ന് പറയുന്ന ടൂറിസ്റ്റ് ബസ്സിൽ ജോലി ചെയ്യുന്നതാണ്. ഞാൻ രാവിലെ വണ്ടി വെച്ച് ഒരു 9:15 ഞാൻ പഴയങ്ങാടി ഭാഗത്തേക്ക് വരുന്ന ടൈമിനാണ് 2 വ്യക്തികൾ ഇങ്ങനെ ഗോവിന്ദസ്വാമി ആണെന്നുള്ള ഒരു സംശയം പ്രകടിപ്പിക്കുകയും അപ്പോൾ ഞാൻ പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഗോവിന്ദസ്വാമിയിലേക്ക് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് പേര് ഇത് ചോദിച്ചു. എന്തോ ഹിന്ദിയിൽ ചോദിച്ച ടൈമിന് പിന്നെ പെട്ടെന്ന് നടന്ന ഒരു ഗ്യാപ്പിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഗോവിന്ദസ്വാമി തന്നെ നമുക്ക് ഉറപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടെന്ന് വണ്ടി സ്റ്റാൻഡ് വെച്ച ടൈമിന് ആള് ഓടി രക്ഷവര് വെല്ലം മതിൽ തടഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോവുകയുണ്ടായി. അങ്ങനെ തന്നെ പെട്ടെന്ന് നമ്മളെന്താക്കി എന്ന് പറഞ്ഞാൽ ടൗൺ പോലീസ് സ്റ്റേഷനിൽ ബാക്കിയുള്ള ഇതിലേക്ക് പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കുകയോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസ് ടൗൺ SI പിന്നെ പെട്ടെന്ന് വണ്ടി എടുത്ത് വരികയും SIയോട് നമ്മൾ കാര്യങ്ങൾ സംസാരിച്ച് പിന്നെ അന്നേരം തന്നെ ജനങ്ങളും കണ്ണൂരിലെ കുറെ ആൾക്കാരും പരിസരത്തിലെ ആൾക്കാരിലും വന്നിട്ട് പെട്ടെന്ന് ആ കാടും ഒരു ബിൽഡിങ്ങിന്റെ അകത്താണ് ഉണ്ടായത്. ബിൽഡിങ്ങിന്റെ അകത്തുനിന്ന് അങ്ങോട്ടേക്കാണ് പെട്ടെന്ന് കയറിയിട്ടുണ്ടായത്. അതിനുശേഷം കിണറിലേക്ക് സ്റ്റപ്പിന്റെ മുകളിൽ ഇറങ്ങിയിരിക്കുകയുണ്ടായത്. ഗോവിന്ദചാമി എന്ന ക്രിമിനൽ പിടിയിലായതിലേറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. LDF നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പാണെന്ന് ആരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെ അണിനിരന്ന മാർച്ച് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് പരിധിയിൽ അനധികൃത നിയമനങ്ങൾ നടക്കുന്നുവെന്നും 4.5 വർഷത്തെ ഭരണത്തിൽ വികസന പ്രവർത്തനങ്ങളെക്കാൾ ജനദ്രോഹ നടപടികളാണ് നടത്തുന്നതെന്നും മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PK ഫൈസൽ പറഞ്ഞു. UDF പഞ്ചായത്ത് ചെയർമാൻ ഉസ്മാൻ പാണ്ഡ്യാല അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി TCA റഹ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. UDF പഞ്ചായത്ത് കൺവീനർ K അശോകൻ, നിയോജക മണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് MD അബ്ദുൾ ജബ്ബാർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി K സിന്ധു, KP ഷുക്കൂർ ഹാജി, M അബ്ദുൾ സലാം, KM സുരാഗ്, PK ഷിഹാബ്, PK സബീന എന്നിവർ സംസാരിച്ചു. ബാലൻ K വലിയപറമ്പ്, TKP അബ്ദുൾ കരീം, OK ഷാജി, KK കുഞ്ഞബ്ദുള്ള, PK അബൂബക്കർ, PP മനോജ്, MD ഷഫീഖ്, P റഹ്മത്ത്, HM കുഞ്ഞബ്ദുള്ള തുടങ്ങിയവർ മാർച്ചിനും ധർണയ്ക്കും നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. മൈച്ചയിൽ നിന്നും മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്കാണ് മാർച്ച് നടത്തിയത്. പ്രദേശത്തുകാർക്ക് സ്വസ്ഥമായി ഉറങ്ങാനോ ഉപജീവനത്തിനോ കഴിയാത്ത ഇന്നത്തെ സാഹചര്യമുണ്ടായത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയും ദേശീയപാത അതോറിറ്റിയുടെയും മേഘ കമ്പനിയുടെയും കടുത്ത അനാസ്ഥ മൂലമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കുന്നിടിഞ്ഞിറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നതായി മാറിയ സാഹചര്യത്തിൽ ദേശീയപാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ അത് ചെയ്തായാലും പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് DCC പ്രസിഡന്റ് PK ഫൈസൽ ആവശ്യപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, തലമാര അരികെയാണ് ഒരു ടീച്ചർ അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കളക്ടർ വന്നു, നാഷണൽ അതോറിറ്റിയുടെ ആളുകൾ വന്നു, ഇന്നും കളക്ടർ പറയുന്നു, നാഷണൽ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പറയുന്നു. കാരണം ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല. ഇന്നെല്ലാ പത്രങ്ങളും പറയുന്നു ഇതുവരെയായി ഈ വീരമലക്കുന്ന്, ഈ കുന്നിടിച്ചൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ഒരു കാര്യവും തീരുമാനിക്കാതെ മുമ്പോട്ട് പോകുന്ന ഇരുട്ടുതപ്പിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഗവൺമെന്റായി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും അതുപോലെ തന്നെ ഈ വർക്കുകൾക്ക് നേതൃത്വം കൊടുത്ത മേഘ കൺസ്ട്രക്ഷൻ കമ്പനിയും മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നു, ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നമാണ്, ഒരു നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഇന്നത്തെ പത്രത്തിൽ കണ്ടതെന്താ? ഇന്നിപ്പോ 200 കുടുംബങ്ങളോട് മാറി താമസിക്കാൻ കലക്ടർ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ജനിച്ചത് മുതൽ ഇവിടെ ഇന്ന് വീട് കെട്ടി താമസിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ, അവരൊന്നും ഈ നാടുണ്ടായത് മുതൽ ഈ വീരമലക്കുന്നുണ്ട്. അതുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെറുവത്തൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സേവാദൾ സംസ്ഥാന പ്രസിഡന്റ് രമേശൻ കരുവാച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ KV സുധാകരൻ, KP പ്രകാശൻ, VV കൃഷ്ണൻ, P സൂരജ്, MV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. മൈച്ചയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ യുവാക്കളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം നടത്തി. ദേശീയപാതയിൽ നടന്ന പ്രതിഷേധ സമരം ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ചരിത്ര പ്രാധാന്യമുള്ള വീരമലക്കുന്നിൽ നടക്കുന്ന മണ്ണെടുപ്പ് നാടിനെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പറഞ്ഞു. ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ലെന്നും ഇന്ന് നടന്നത് സൂചനാ സമരമാണെന്നും നിയമവിരുദ്ധമായി കയ്യേറ്റം നടത്തിയാൽ മേഘ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും രജീഷ് പറഞ്ഞു. അനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ദേശീയപാതയുടെ വികസനം എന്നത് പതിറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഈ നാടിന്റെ സ്വപ്നമാണ്. ഈ സ്വപ്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മുടെ നാട് കടക്കുന്നത് 2016 ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ വരുന്ന ഘട്ടത്തിൽ എന്തായിരുന്നു കേരളത്തിലെ ദേശീയ പാതയുടെ നിർമ്മാണ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാഹചര്യം എന്ന് നമുക്കറിയാം. അന്ന് UDFന്റെ നേതൃത്വത്തിലുള്ള മുമ്പ് ഭരിച്ച നേരത്തെയുള്ള സർക്കാർ
ദേശീയപാത വികസനം സ്ഥലം ഏറ്റെടുത്തു കൊടുക്കൽ സാധ്യമല്ല എന്ന് പ്രഖ്യാപിച്ച് 30 മീറ്ററായി ദേശീയപാതയുടെ വീതി ചുരുക്കണം എന്ന് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് ആവശ്യപ്പെട്ട് ഒടുവിൽ നാഷണൽ ഹൈവേ അതോറിറ്റി കേരളം വിട്ട് കേരളത്തിൽ തുറന്ന ഓഫീസുകൾ അടച്ച് ഡൽഹിയിലേക്ക് മടങ്ങുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ശ്രീജിത്ത് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കെ സജേഷ്, നവീൻ കുമാർ, കെ വി സനീഷ്, കെ വി അനീഷ്, കെ അഭിറാം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. ഹിസ്റ്റോറിക്കൽ പാർക്ക് കാടുമൂടി സംരക്ഷണമില്ലാതെ നശിക്കുന്നു. 2015 ചെറുതാഴം പഞ്ചായത്ത് ഏറ്റെടുത്ത ഏഴിലോട് അടുപ്പൂട്ടിപ്പാറ ഹിസ്റ്റോറിക്കൽ പാർക്കാണ് കാടുമൂടി നശിക്കുന്നത്. മഹാശിലായുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്യുമ്പോൾ മരണപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി വലിയ കല്ലുകൾ ഉപയോഗിച്ച് സ്മാരകങ്ങൾ പണിതിരുന്നു. അത്തരത്തിൽ 2500 വർഷത്തോളം പഴക്കമുള്ള സ്മാരകമാണ് അടുപ്പൂട്ടിപ്പാറ. ചെറുതാഴം പഞ്ചായത്തിലെ കാരാട്ട് ഏഴിലോട് കുഞ്ഞിമംഗലം റോഡരികിലാണ് അടുപ്പൂട്ടിപ്പാറ സ്ഥിതി ചെയ്യുന്നത്. 2015 ലക്ഷങ്ങൾ ചിലവിട്ടാണ് അടുപ്പൂട്ടിപ്പാറ ചരിത്രോദ്യാനമാക്കി ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത്. അക്കാലത്ത് ജില്ലാ കളക്ടറായിരുന്ന ബാലകിരൺ IAS ആയിരുന്നു ഉദ്ഘാടകൻ. എന്നാൽ ഇന്നീ ചരിത്രോദ്യാനം കാടുമൂടിയ അവസ്ഥയിലാണ്. റോഡ് നവീകരണത്തോടെ പ്രധാന കവാടത്തിലൂടെ പാർക്കിലേക്ക് കടക്കാൻ വഴിയില്ലാതായി. പാർക്കിൽ മുഴുവൻ കാടുവളർന്ന അവസ്ഥയിലാണ്. അടുപ്പൂട്ടിപ്പാറ കേരളത്തിന്റെയും ഭാരതത്തിന്റെയും സാംസ്കാരിക മുഖ്യധാരയിലേക്ക് ചെറുതാഴത്തെ കണ്ണിചേർക്കുന്ന മഹത്തായ സാംസ്കാരിക ബിംബമായിട്ടും അത് സംരക്ഷണമില്ലാതെ കാടുകയറി നശിക്കുകയാണിപ്പോൾ. ബന്ധപ്പെട്ട അധികൃതർ കാടുകൾ വെട്ടിത്തെളിച്ച് അടുപ്പൂട്ടിപ്പാറ ഹിസ്റ്റോറിക്കൽ പാർക്ക് സംരക്ഷിക്കാനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി മുട്ടം പാലക്കോട് റോഡിൽ വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം വെങ്ങര മുട്ടം ഭാഗത്തേക്കുള്ള റോഡ് തകർന്ന മാസങ്ങളായി. ദിവസവും 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ് ഈ അവസ്ഥയിലായിരിക്കുന്നത്. മഴ പെയ്തു കഴിഞ്ഞതോടെ റോഡിൽ തോടിന് സമാനമായി വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ഇവിടെയുള്ള വലിയ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ വരുന്ന പല വാഹനയാത്രക്കാരും വീഴുന്നതും പരുക്കേൽക്കുന്നതും പതിവാണ്. നാട്ടുകാർ അപായ സൂചന നൽകാൻ ഒരു വാട്ടർ ടാങ്ക് റോഡിന് നടുവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. റോഡിലും റോഡരികിലും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ സാധിക്കാത്ത അവസ്ഥയാണ്. റോഡ് അറ്റകുറ്റപ്രവർത്തനം നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികളാണ് നാട്ടുകാർ അധികൃതർക്ക് നൽകിയത്. ഒപ്പം നിരവധി പ്രതിഷേധങ്ങളും സമരങ്ങളും നടത്തി. ഒന്നും ഇതുവരെ ഫലം കണ്ടില്ല. അത്രയും ദയനീയാവസ്ഥ കാണുന്നില്ലേ? കാരണം ഒരു ഓട്ടോ ഓടിച്ചാൽ വരുന്നില്ല, ഒരു 2 വീലും പോകുന്നില്ല. ഫുൾ കരികല്ല് കംപ്ലീറ്റ് ആടെയോടി കൊണ്ട് പൂയായിട്ട് ഒരു ഭാര്യക്ക് സുഖമില്ല, അമ്മക്ക് സുഖമില്ലെങ്കിൽ 2 വീല് കൊണ്ടുണ്ടെങ്കിൽ ഓട്ടോറിക്ഷ ഇല്ലാതെ 2 വീല് കൊണ്ടാലും കയ്യാതെ സ്ഥിതിയാണ്. കാരണം ഫുൾ കരികല്ല് ഇതെല്ലാം പൊന്തി കാണുന്നില്ലേ? നിങ്ങൾ അതെല്ലാം നോക്കി. ഫുൾ വെള്ളം വെച്ച് ഇവിടുന്ന് പോകാൻ വേണ്ടി വേറെ ഒരു വഴിയില്ല. ഇതിനോടകം തന്നെ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണു. റോഡിന്റെ ടാറിങ് ഇളകി വാഹനങ്ങൾക്ക് പോകാൻ സാധിക്കാത്ത അവസ്ഥയാണിപ്പോൾ. മേൽപ്പാലം നിർമ്മാണത്തിന്റെ കരാറുകാരന്റെ അനാസ്ഥയാണ് പാലത്തിന്റെ തുടക്കത്തിൽ റോഡിലെ വെള്ളക്കെട്ടിന് കാരണമെന്ന് ആക്ഷേപവും ഉയരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളുടെ ഇളവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എന്ന് ആക്ഷേപം. ഉച്ചയ്ക്ക് 2 മുതൽ 4 മണി വരെയാണ് വിലക്കുറവ് നൽകുന്നത്. ഓണത്തിന് മുന്നോടിയായി സപ്ലൈകോ വിൽപ്പനശാലകളിൽ പ്രഖ്യാപിച്ച ഉൽപ്പന്നങ്ങളുടെ ഇളവുകൾ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ലെന്ന് ആക്ഷേപം. ഉച്ചയ്ക്ക് 2 മണി മുതൽ 4 മണി വരെയാണ് വിലക്കുറവ് നൽകുന്നത്. ഇത് സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയ സമയമല്ല. രാവിലെ ജോലിക്ക് പോയി വരുമ്പോഴേക്കും വൈകുന്നേരമാകും. അപ്പോഴേക്കും ആനുകൂല്യത്തിന്റെ സമയം കഴിഞ്ഞിരിക്കും. ഇത് തങ്ങൾക്കും പ്രയോജനപ്പെടുത്തത്തക്ക വിധം ക്രമീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു. സപ്ലൈകോയിൽ 10% കൂടി സബ്സിഡിയോടുകൂടി ഈ ഓണക്കാലത്ത് സാധനം വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണല്ലോ. എന്നാൽ ഈ സാധനം വാങ്ങാനുള്ള സമയ ക്രമീകരണം
2 മുതൽ 4 മണി വരെ പോയവർക്ക് മാത്രമേ ഈ 10% സബ്സിഡി കിട്ടൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ആളുകൾക്കും ഈ സബ്സിഡി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിൻ്റെ സമയം ദൈർഘിപ്പിച്ച് എല്ലാ ആളുകൾക്കും ഈ ആനുകൂല്യം ഗവൺമെൻറ് ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ 10% സബ്സിഡി വാങ്ങാനുള്ള ഒരു അവസരം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഹാപ്പി അവേഴ്സ് എന്ന പേരിലാണ് തിരഞ്ഞെടുത്ത ഭക്ഷ്യേതര വസ്തുക്കൾക്ക് വിലക്കുറവ് നൽകുന്നത്. അരി, എണ്ണ, സോപ്പ്, ശർക്കര, ആട്ട, റവ, മൈദ, ഡിറ്റർജൻറ്റുകൾ, ടൂത്ത് പേസ്റ്റ്, സാനിറ്ററി നാപ്കിൻ തുടങ്ങിയവയ്ക്കൊക്കെ അധിക വിലക്കുറവുണ്ട്. സപ്ലൈകോയിൽ സാധാരണ ലഭിക്കുന്ന വിലക്കുറവിനേക്കാൾ 10% വരെ വിലക്കുറവ് ലഭിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അറ്റകുറ്റപ്പണികൾക്കു ശേഷം KSTP റോഡിലെ താവം മേൽപ്പാലവും പാപ്പിനിശ്ശേരി മേൽപ്പാലവും ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. വെള്ളിയാഴ്ച രാവിലെ മുതലാണ് വാഹനങ്ങൾ കടത്തിവിട്ടത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിലെ പ്രധാന 2 മേൽപ്പാലങ്ങളാണ് പാപ്പിനിശ്ശേരിയും പഴയങ്ങാടി താവം മേൽപ്പാലവും. ഇരുപാലങ്ങളിലും വലിയ കുഴികൾ രൂപപ്പെട്ടത് വാഹനയാത്രക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിരുന്നു. ടാറിങ് ഇളകി കോൺക്രീറ്റും പൊട്ടിപ്പൊളിഞ്ഞ പാലത്തിന്റെ കമ്പി ഉൾപ്പെടെ പുറത്തു കാണുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ശേഷം അധികൃതർ ഇടപെട്ട് ചൊവ്വാഴ്ചയോടെ അറ്റകുറ്റപ്രവൃത്തി ആരംഭിച്ചു. മൈക്രോ കോൺക്രീറ്റിംഗ് പ്രവൃത്തിയാണ് ഇരുപാലങ്ങളിലും ചെയ്തത്. ഇതിനായി 2 ദിവസം ഗതാഗതവും നിരോധിച്ചിരുന്നു. വാഹനങ്ങൾ മറ്റു റൂട്ടുകളിലൂടെ വഴിതിരിച്ചുവിട്ടാണ് അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. ശേഷം വെള്ളിയാഴ്ച രാവിലെ അവിടെ പ്രവൃത്തി പൂർത്തിയാക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. പാലങ്ങളിലെ കുഴിയടച്ചതോടെ ജനങ്ങൾക്ക് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. ഇതിപ്പോ തൽക്കാലത്തേക്കുള്ള ഒരു ഇതേ ചെയ്തിട്ടുള്ളൂ. എന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇത് പോരാന്നാ. ഇത് ഓപ്പണായ സമയം മുതൽ ഇങ്ങനെ തന്നെ ഒരു കൊല്ലാകുമ്പോൾ തന്നെ ഇതിന്റെ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ പണികള്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാല് അഴിമതിയൊക്കെ നടന്നിട്ടുണ്ട്. അതില്ലാണ്ട് ഇത് എത്ര നല്ല പാലായിരുന്നത്. പാലത്തിൽ അടിക്കടി കുഴികൾ രൂപപ്പെടുന്നത് ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇതിന് ശാശ്വത പരിഹാരവും ഇവർ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രത്തിനടുത്ത് വീണ്ടും കുഴി രൂപപ്പെടുന്നു. യാത്രക്കാരുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വകാര്യ ടെലികോം കമ്പനിയാണ് ഇവിടെ കുഴിയെടുത്തിരുന്നത്. കോത്തായിമുക്ക് ചെറുപുഴ റോഡിൽ കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രത്തിന് സമീപം കുഴി രൂപപ്പെടുന്നു. സ്വകാര്യ ടെലികോം കമ്പനി കേബിളിടാൻ കുഴിച്ച കുഴിയാണ് യാത്രക്കാരുടെ ജീവന് ഭീഷണിയാകുന്നത്. റോഡിന്റെ പല ഭാഗങ്ങളിലും കേബിളിട്ട് മൂടി ഇനി ആര് മരിച്ചാലെന്ത്, ആശുപത്രിയിൽ കിടന്നാലെന്ത് എന്ന മട്ടിൽ യാതൊരു ഉത്തരവാദിത്വമില്ലാതെ പോയതിന്റെ ഫലമാണ് റോഡ് ഇടിഞ്ഞു താഴുന്നതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതും. ചോദിക്കാൻ ആരുണ്ട് എന്നതാണ് ഇവരുടെ ഭാവം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഓലയമ്പാടിയിൽ റോഡിലേക്ക് മരം പൊട്ടിവീണു. റോഡരികിൽ കൂടി കടന്നുപോകുന്ന വൈദ്യുതി തൂണും ലൈനും തകർത്താണ് മരം റോഡിനു കുറുകെ പതിച്ചത്. റോഡിൽ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ ഒഴിവായത് വൻ ദുരന്തമാണ്. മലയോര മേഖലയിലേക്കുള്ള പ്രധാന റോഡായ കുറ്റൂർ ഓലയമ്പാടി പെരിങ്ങം റോഡിൽ ഓലയമ്പാടിയിലാണ് റോഡരികിലെ താന്നിമരത്തിന്റെ വലിയ ശിഖരം പൊട്ടി വീണത്. റോഡരികിൽ കൂടി കടന്നു പോകുന്ന വൈദ്യുതി തൂണും ലൈനും തകർത്താണ് മരം റോഡിൽ കുറുകെ പതിച്ചത്. സംഭവ സമയം റോഡിൽ വാഹനങ്ങളില്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മരം പൊട്ടി വീണതിനെ തുടർന്ന് അരമണിക്കൂറോളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് പെരിങ്ങോത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ സുനിൽകുമാർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ PR ശ്രീനാഥ്, യു അഭിനന്ദ്, M ജയേഷ് കുമാർ, ഹോംഗാർഡുമാരായ M സജേഷ്, K രജീഷ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ ലോക മുങ്ങിമരണ നിവാരണ ദിനാചരണത്തോടനുബന്ധിച്ച് മുങ്ങിമരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. നീന്തൽ അറിയാത്തവർക്കു പോലും അപകടത്തിൽപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു ക്ലാസ് നൽകിയത്. കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പയ്യന്നൂർ ലോക്കൽ അസോസിയേഷൻ 47ാമത് പയ്യന്നൂർ റോവർ ക്രൂവിന്റെ ആഭിമുഖ്യത്തിൽ ലോക മുങ്ങിമരണ നിവാരണ ദിനത്തിന്റെ ഭാഗമായി മുങ്ങിമരണങ്ങൾ എങ്ങനെ ഒഴിവാക്കാമെന്ന വിഷയത്തിൽ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കരിവെള്ളൂർ ശിവക്ഷേത്രകുളത്തിൽ നടന്ന ഡെമോൺസ്ട്രേഷൻ ക്ലാസ് KSBSG സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ CP ബാബുരാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ AV സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ M ലക്ഷ്മണൻ,
അധ്യക്ഷത വഹിച്ചു. KV ജയറാം, KV അശോകൻ, C ചന്ദ്രൻ മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. PC ജയസൂര്യൻ, K സന്തോഷ് മാസ്റ്റർ, KP രമേശൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ കുടുംബശ്രീ CDS കർക്കിടക ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം നിർവഹിച്ചു. പയ്യന്നൂർ നഗരസഭ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച കുടുംബശ്രീ CDS കർക്കിടക ഫെസ്റ്റ് നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ V ബാലൻ, C ജയ, T വിശ്വനാഥൻ, VV സജിത, TP സമീറ, കൗൺസിലർമാർ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ PP ലീല, പ്രീതി KV, മെമ്പർ സെക്രട്ടറി രേഖ M എന്നിവർ പങ്കെടുത്തു. ആരോഗ്യരക്ഷയ്ക്കുള്ള വിവിധയിനം ഔഷധക്കൂട്ട്, ഔഷധക്കഞ്ഞി, പായസം, വിവിധയിനം ഇലകൾ, നാടൻ പച്ചക്കറികൾ, കളരി മർമ്മ ചികിത്സാ മരുന്നുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ഫെസ്റ്റിൽ വിതരണത്തിന് ഒരുക്കിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് കൺവെൻഷനും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് കൺവെൻഷനും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി നടന്നത്. LSS, USS, SSLC, +2 വിജയം നേടിയ സമിതി മെമ്പർമാരുടെ മക്കൾക്കുള്ള അനുമോദനവും കൺവെൻഷൻ ഉദ്ഘാടനവും ജില്ലാ വൈസ് പ്രസിഡന്റ് KV ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പക്ഷേ അദ്ദേഹത്തിനോട് ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ കുഞ്ഞു മക്കളടക്കം 16 വയസ്സുകാരനും 17 വയസ്സുകാരനും അടങ്ങുന്ന പുതിയ ജനറേഷൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അച്യുതാനന്ദന്റെ വിടവിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന്റെ വിടവ് എങ്ങനെ നികത്താൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള ആശങ്ക ആ ഓരോ മുഖത്തും കാണുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കുന്നതാണ്. KE വിനോദ് അധ്യക്ഷത വഹിച്ചു. അനിൽകുമാർ A, കബീർ KA, ശോഭന VV, ലിൻസി പ്രസന്നകുമാർ, K നാരായണൻ, അബ്ദുൽ ഗഫൂർ, KV പവിത്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാന്താരി മുളകിന് വിപണി വില ഇപ്പോൾ 750 രൂപയാണ്. പ്രധാനമായും വയനാട്ടിൽ നിന്നാണ് ഇപ്പോൾ കേരള വിപണിയിലേക്ക് കാന്താരി മുളക് എത്തുന്നത്. കാന്താരി മുളകിന്റെ വില കേൾക്കുമ്പോഴേ കണ്ണെരിയും. കാന്താരിയുടെ വില കിലോയ്ക്ക് 750 രൂപയിലെത്തി നിൽക്കുന്നു. പ്രധാനമായും വയനാട്ടിൽ നിന്നും മൈസൂരിൽ നിന്നുമാണ് നമ്മുടെ നാട്ടിലേക്ക് കാന്താരി വരുന്നത്. പണ്ടൊക്കെ കാന്താരിയുടെ ഉപയോഗം നന്നേ കുറവായിരുന്നു. ഇപ്പോൾ കാന്താരിയുടെ ഉപയോഗം വർദ്ധിച്ചിരിക്കുകയാണ്. കാന്താരി ഉപ്പിലിട്ടതും കാന്താരി അച്ചാറും വിനാഗിരിയിലിട്ട കാന്താരിയും കാന്താരി സിറപ്പും തുടങ്ങി കാന്താരി കൊണ്ട് പലതും തയ്യാറാക്കുന്നു. ഇതുകൊണ്ട് തന്നെ കാന്താരിയുടെ ആവശ്യവും വർദ്ധിച്ചു. ആയുർവേദ ഔഷധങ്ങൾക്കും കാന്താരി പ്രധാന ഘടകമാണ്. മുളച്ചു കഴിഞ്ഞ് 50 ദിവസം കഴിയുമ്പോഴാണ് മുളക് ഉണ്ടാകാൻ തുടങ്ങുന്നത്. 4 വർഷം വരെ ഒരു ചെടിയിൽ നിന്ന് വിളവെടുക്കാൻ കഴിയും. പരിചരണം ആവശ്യമില്ലാത്ത ഒന്നാണ് കാന്താരി ചെടി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് 22ാം വാർഷിക സമ്മേളനവും ഫൗണ്ടേഴ്സ് ഡേ ആഘോഷവും ജൂലൈ 27 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3-ന് ഹോപ്പ് പ്രസിഡന്റ് ഫാദർ ജോർജ് പൈനാടത്തിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. പിലാത്തറ ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് 22ാം വാർഷിക സമ്മേളനവും ഫൗണ്ടേഴ്സ് ഡേ ആഘോഷവും ജൂലൈ 27 ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 മണിക്ക് ഹോപ്പ് പ്രസിഡന്റ് ഫാദർ ജോർജ് പൈനാടത്തിന്റെ അധ്യക്ഷതയിൽ കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. M വിജിൻ MLA മുഖ്യാതിഥിയാകും. അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, PJ ജേക്കബ്, പ്രൊഫസർ മുഹമ്മദ് അഹമ്മദ്, T സുലജ, TV ഉണ്ണികൃഷ്ണൻ, KKR വെങ്ങര തുടങ്ങിയവർ സംബന്ധിക്കും. 2003 ജൂലൈ 27 കാസർഗോഡ് ജില്ലയിലെ നർക്കിലക്കാട് നടന്ന സൗജന്യ നേത്രശസ്ത്രക്രിയ ക്യാമ്പ് വഴി 52 പേർക്ക് കാഴ്ചയുടെ ലോകം വീണ്ടെടുത്തു നൽകിയായിരുന്നു ഹോപ്പിന്റെ തുടക്കം. പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാ സഹായമായും അംഗപരിമിതർക്കുള്ള സൗജന്യ സഹായോപകരണങ്ങളും മറ്റ് സേവന പ്രവർത്തനങ്ങളുമായും
വിദ്യാഭ്യാസ സഹായമായും പരിസ്ഥിതി പ്രവർത്തനങ്ങളായും 10,000-ങ്ങൾക്ക് പ്രത്യാശ പകർന്ന് മുന്നോട്ടു പോവുകയാണ് ഹോപ്പ്. പിലാത്തറയിലെ ഹോപ്പ് പുനരധിവാസ കേന്ദ്രത്തിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുമ്പോൾ ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന 500-ലധികം ആളുകൾക്ക് മികച്ച രീതിയിലുള്ള സംരക്ഷണവും പുനരധിവാസ സൗകര്യങ്ങളും ലഭ്യമാക്കാനാകുമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ KS ജയമോഹൻ, അഡ്വക്കേറ്റ് KV ശശിധരൻ നമ്പ്യാർ, K കുഞ്ഞിരാമൻ, YV സുകുമാരൻ, ജോക്ലിൻ ബെന്ന സ്റ്റാൻലി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹരിത കേരള മിഷൻ സംയുക്താഭിമുഖ്യത്തിൽ തെങ്ങിന് തടം മണ്ണിന് ജലം ജനകീയ ക്യാമ്പയിന് തുടക്കമായി. പഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഹരിത കേരള മിഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ തെങ്ങിന് തടം മണ്ണിന് ജലം ജനകീയ ക്യാമ്പയിൻ ചെറുതാഴം ഗ്രാമപഞ്ചായത്തിലെ തെങ്ങുകൾക്ക് തടമെടുക്കുന്ന പ്രവർത്തനം ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 17 വരെ നടക്കും. പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെ തെങ്ങിന് തടമെടുത്ത് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ ജൂലൈ 17 മുതൽ ആഗസ്റ്റ് 17 വരെ തെങ്ങിന് തടം മണ്ണിന് ജലം എന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ തെങ്ങിൻ്റെ തടങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയും ആ തടത്തിൽ ജലം ശേഖരിച്ച് അത് മണ്ണിന് ഔഷധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊതുവിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, ഭൂമിയിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് പൊതുവിലുള്ളത്. അതുപോലെ ഈ ജലനിരപ്പ് ഭൂമിയിൽ ഉയർത്തുക എന്ന ഉദ്ദേശം കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് ഒരു കാർബൺ ന്യൂട്രൽ പഞ്ചായത്താക്കി മാറ്റുക എന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് വിപുലമായിട്ടുള്ള ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ഇതിൻ്റെ വ്യാപകമായ കൃഷിക്കാരുടെ സംഘാടക സമിതി രൂപീകരിക്കുകയും തുടർന്ന് 17 മുതൽ പഞ്ചായത്തിലെ എല്ലാ കൃഷിയിടങ്ങളിലും ഇതുപോലുള്ള വിപുലമായിട്ടുള്ള ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജയരാജൻ നായർ പദ്ധതി വിശദീകരണം നടത്തി. 1 മാസക്കാലമായി നടക്കുന്ന ജനകീയ ക്യാമ്പയിനിൽ മുഴുവൻ കർഷകരും പങ്കെടുക്കണമെന്ന ആഹ്വാനവുമായി നടത്തിയ പരിപാടിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MT സബിത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ E വസന്ത, കൃഷി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഹരിത കേരള മിഷൻ ബ്ലോക്ക് കോർഡിനേറ്റർ ശോഭ സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രമേശൻ പേരൂൽ നന്ദിയും പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായി ജലശയനം 2025 പരിപാടി സംഘടിപ്പിച്ചു. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം, കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമി, കണ്ടങ്കാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയം, കേരള അഡ്വഞ്ചർ സ്പോർട്സ് പ്രൊമോട്ടിംഗ് അക്കാദമി, കണ്ടങ്കാളി വായനശാല ആൻഡ് ഗ്രന്ഥാലയം സംയുക്താഭിമുഖ്യത്തിലാണ് ജൂലൈ 25 ലോക മുങ്ങിമരണ പ്രതിരോധ ദിനത്തിന്റെ ഭാഗമായാണ് ജലശയനം 2025 എന്ന പരിപാടി സംഘടിപ്പിച്ചത്. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രച്ചിറയിൽ വെച്ച് നടന്ന ജലശയനം പരിപാടി പയ്യന്നൂർ DYSP വിനോദ് കുമാർ K ഉദ്ഘാടനം നിർവഹിച്ചു. നീന്തൽ എന്നുള്ളത് വളരെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസവും ആത്മധൈര്യവും അതുപോലെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്ന ഒരു എക്സസൈസ് കൂടിയാണ് നീന്തൽ. ഏതൊരു സ്പോർട്സ് ഇവന്റ് എടുത്താലും അതിനേക്കാളൊക്കെ മുന്നിൽ നമ്മുടെ ശരീരത്തിന് എക്സസൈസ് നൽകുന്ന ഒരു ഇവന്റ്. നമ്മുടെ ശരീരത്തിലെ തലമുടി മുതൽ താഴോട്ട് കാൽപാദം, കാലിൻ്റെ വിരലറ്റം വരെ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അതിനൊക്കെ ആയാസം നൽകുന്ന ഒരു എക്സസൈസ് കൂടിയാണ് നീന്തൽ എന്നുള്ളത്. അപ്പോൾ നീന്തൽ പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം നല്ലൊരു എക്സസൈസ് നമ്മൾ ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കുളങ്ങളും നദികളും കായലുകളും ഒക്കെ ഉണ്ട് നീന്തൽ പഠിക്കാനും നീന്താനും. പക്ഷേ നമ്മുടെ ഇതിനൊക്കെ ഈ നീന്തൽ പരിശീലനത്തിനൊക്കെ വികാരം നൽകുന്ന പലപ്പോഴും രക്ഷിതാക്കളാണ്. ഫ്ലോട്ടിംഗ് രീതികൾ, ജലാശയ രക്ഷാപ്രവർത്തന രീതികൾ, സ്കൂബ ഡൈവിംഗ്, ജലസുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ എന്നിവയായിരുന്നു പരിപാടിയുടെ ഭാഗമായി നടന്നത്. ചടങ്ങിൽ നീന്തൽ പരിശീലകരെ ആദരിച്ചു. അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ CP രാജേഷ്, KV പ്രഭാകരൻ, P ലക്ഷ്മണൻ, സുരേഷ് കുട്ടമത്ത്, ചന്ദ്രൻ മാസ്റ്റർ, പ്രശോഭ് കുമാർ C, VP ശിവരാമൻ, ശീതൾ തുടങ്ങിയവർ സംബന്ധിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂലൈ 27 പയ്യന്നൂർ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ ഉദ്ഘാടനം ചെയ്യും. മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം ജൂലൈ 27 ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പടിഞ്ഞാറേ നടയിലെ കൈരളി ഓഡിറ്റോറിയത്തിൽ നടക്കും. രാവിലെ 10 മണിക്ക് സാംസ്കാരിക സദസ്സ് ആരംഭിക്കും. എതിർദിശ പത്രാധിപർ PK സുരേഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. സാഹിത്യ നിരൂപകൻ EP രാജഗോപാലൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 11 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം നന്മ സർഗ വനിതാ സംസ്ഥാന സെക്രട്ടറിയും സാഹിത്യകാരിയുമായ ജനമ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്യും. നന്മ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് T ജയരാജൻ അധ്യക്ഷത വഹിക്കും. ID രഞ്ജിത്ത് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ജില്ലാതല സെക്രട്ടറി MT അന്നൂർ സ്വാഗതം പറയും. വൈകിട്ട് 6:30 മുതൽ കലാസന്ധ്യ അരങ്ങേറും. നന്മ 7ാമത് സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 15, 16, 17 തീയതികളിൽ എറണാകുളം നോർത്ത് പറവൂരിൽ നടക്കുമെന്നും ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MT അന്നൂർ, KU പവിത്രൻ, ഉമാദേവി P, BTK കണ്ടോത്ത്, KV മോഹനൻ, ഗണേശൻ മാങ്ങാട്, ഫിലിപ്പ് രാജ്, PV ശ്രീനിവാസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജയിൽ ചാടിയ കുപ്രസിദ്ധ ക്രിമിനൽ ഗോവിന്ദചാമിയെ കണ്ട് തിരിച്ചറിഞ്ഞ് പോലീസിന് വിവരം നൽകാനായതിന്റെ ആഹ്ലാദത്തിലാണ് പഴയങ്ങാടി മുട്ടത്തെ അബ്ദുൾ റഷീദ്. പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടുന്നതിനു മുൻപ് ഇയാളെ ആദ്യം കണ്ടതിൽ ഒരാളാണ് ടൂറിസ്റ്റ് ബസ് ഡ്രൈവറായ അബ്ദുൾ റഷീദ്. ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇയാൾ ഗോവിന്ദചാമിയെ കണ്ടത്. LDF നേതൃത്വത്തിൽ ഭരണം നടത്തുന്ന വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ വികസനം മുരടിപ്പാണെന്നാരോപിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് UDF ജനകീയ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. മാർച്ച് കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ വീരമലക്കുന്നിൽ നിന്നും ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ സംഭവം അധികൃതരുടെ അനാസ്ഥ മൂലമാണെന്നാരോപിച്ച് പ്രതിഷേധ മാർച്ച് നടത്തി കോൺഗ്രസ് പ്രവർത്തകർ. ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനിയുടെയും നേതൃത്വത്തിൽ ചെറുവത്തൂർ വീരമലക്കുന്നിലെ അശാസ്ത്രീയ മണ്ണെടുപ്പിനെതിരെ DYFIയുടെ നേതൃത്വത്തിലും യുവജന പ്രതിഷേധം. പഴയങ്ങാടി മുട്ടം പാലക്കോട് റോഡിൽ വെങ്ങര റെയിൽവേ ഗേറ്റിന് സമീപം റോഡ് തകർന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു. റോഡിലെ കുഴിയിൽ വെള്ളം നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെടുന്നതും പതിവാണ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.